സന്തോഷേട്ടാ, ഈ ഓറന്റെ കാര്യം പറഞ്ഞപ്പോ ഇറക്കി ഹീലിംഗ്, പ്രാണിക് ഹീലിംഗ് എന്നൊക്കെയുള്ള ചികിത്സകളൊക്കെ ഇപ്പൊ പല രൂപത്തിലൊക്കെ ഓൺലൈനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. റക്കിയും കുറച്ചൊക്കെ ഞാൻ വണ്ടൊക്കെ ആയിട്ടൊക്കെ പഠിച്ചിരുന്നു. അപ്പൊ അത് ഓറയായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നു, മാഗ്നറ്റിക് പവർ ആയിട്ടുള്ള. ശരിക്കും അത് എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എനിക്കൊരു ആശയം പറയാനേ കഴിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാനൊരു റെക്കി ഹീലർ അല്ല. റെക്കി ചെയ്യുന്ന ആളുകൾ എന്റെ മുകളിൽ ചെലുത്തിയത് ഒക്കെ ആയിട്ടുള്ള അനുഭവമുണ്ട്. പക്ഷെ ഞാൻ റെക്കി ഹീലർ അല്ലാത്തത് കൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയില്ല. എനിക്ക് ബോധ്യമായത് പറയാം. നേരത്തെ റാവയമ്മയും ഒക്കെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു റെഗുലർ പ്രാക്ടീസിലൂടെ പോവുകയും നമ്മളുടെ ചിന്ത, അതുപോലെ നമ്മുടെ മനസ്സ്, നമ്മുടെ ബോധം, ഇതെല്ലാം ഒരു പ്രത്യേക മണ്ഡലത്തിൽ ഫോക്കസ്ഡ് ആവുകയും ചെയ്താൽ അവിടെ നമ്മുടെ ചൈതന്യ കേന്ദ്രണം നടക്കും. നമ്മുടെ ശരീരത്തിൽ ഊർജ്ജപ്രവാഹത്തിന്റെ കേന്ദ്രണം നടക്കും. ഊർജ്ജപ്രവാഹം എന്നുള്ളത് ഇലക്ട്രിസിറ്റി ആയിട്ടൊക്കെ നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പൊ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ട്, ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഊർജ്ജ മണ്ഡലമുണ്ട്. ഈ ഊർജ്ജ മണ്ഡലത്തെ നമുക്ക് ചലിപ്പിക്കാം, നമ്മുടെ മനസ്സുപയോഗിച്ച് തന്നെ ചലിപ്പിക്കാം. അത് എവിടേക്ക് വേണമെങ്കിലും ഫോക്കസ് ചെയ്യാം. അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഒരു ശരീരത്തിൽ ക്രമം തെറ്റിയ ഒരവസ്ഥയുണ്ടെങ്കിൽ ആ ക്രമത്തിന്റെ ആ ഇടത്തേക്ക് നമുക്ക് നമ്മുടെ ഊർജത്തെ ഫോക്കസ് ചെയ്തിട്ട് അവിടെ ആ ജൈവ പ്രവർത്തനങ്ങളെ സുഗമമായി നടത്താനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കി കൊടുക്കലാണ് റെയ്ക്കി, പ്രാണിക് ഹീലിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇത് നമ്മൾ പ്രാണനെ ആധാരമാക്കി, പ്രാണനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്തേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിലെ ശമനം നടക്കും എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു ഫ്രൈഡേ വിസിറ്റത്തിൽ സംസാരിച്ചിരുന്നു. ശമനശ്വാസം എന്ന് പറഞ്ഞിട്ട്, ആ ശമനശ്വാസം ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെയാണ് ക്രമീകരിക്കാൻ കഴിയാം. ക്ഷമിക്കാട്ടെ, എനിക്ക് തൊണ്ടയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ശമനശ്വാസം ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെയാണ് ക്രമീകരിക്കാൻ കഴിയുക. അതിന്റെ തന്നെ മറ്റൊരു രൂപം, ശമനശ്വാസത്തിന്റെ കാര്യം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ്, എനിക്ക് അനുഭവമുള്ളതാണ്. പ്രാക്ടീസ് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ഫലം കിട്ടുന്നതാണ്. ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് ടെൻസ്ഡ് ആയിരിക്കട്ടെ, നിങ്ങൾ ഒരിടത്ത് ഇരുന്നിട്ട് നിങ്ങളുടെ മനസ്സിനെ ശ്രദ്ധിച്ച്, നിങ്ങളുടെ ചിന്താമണ്ഡലത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസത്തെ പതുക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ടെൻഷൻ താഴത്തേക്ക് വരും. ഇത് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ശരീരത്തിൽ ഒരു ചെറിയ ഒരു മാന്യം എവിടെയെങ്കിലും അനുഭവപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ പെയിൻ പോലെ ഒരു ചെറിയൊരു എറർ ഉണ്ടാകുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരിടത്ത് ശാന്തമായിരുന്ന് ആ ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്തിട്ട് ശ്വാസത്തെ കൃത്യമായി വെച്ചുകൊണ്ട് കൃത്യമായി അവിടേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ് മാറുന്നതായിട്ട് സങ്കല്പിച്ചാൽ ശരീരം അവിടെ നിന്നും അത് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് ഫലം തരും. ഇത് മിയർ പ്ലാസിബോ അല്ല, അല്ലെങ്കിൽ എല്ലാം പ്ലാസിബോ ആണെന്ന് നമ്മൾ പറയേണ്ടിയും വരും. അപ്പോ അവിടെ നിന്ന് ആ ശമനം എന്നുള്ള ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ അതിന്റെ കുറച്ചുകൂടെ എൻലാർജഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് ഈ റെയ്ക്കി, പ്രാണിക് ഹീലിംഗ് പോലുള്ള കാര്യങ്ങൾ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാനിതൊരു പ്രാക്ടീഷണർ അല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ എനിക്ക് കഴിയില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന പ്രാണസാധനയുടെ ഒരു ശമന സങ്കേതം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ആഷിഖ്, ഈ മൂന്നും ഏകദേശം ഒരേമാതിരിയുള്ള കാര്യം തന്നെയാണെന്ന് തോന്നുന്നു അല്ലെ? ഏകദേശം ഒന്ന് തന്നെയാണെന്ന് വിചാരിക്കും. ഞാൻ ഒരു പ്രാവശ്യം അത് പഠിച്ചിട്ടുള്ളൂ, ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടിന്യൂ ചെയ്യാത്തോണ്ട് അതൊക്കെ നിന്നുപോയി. പഠിപ്പിക്കുമ്പോ തന്നെ ആദ്യം തന്നെ പറയുന്ന ഒരു പാത്രത്തിൽ ഉപ്പുവെള്ളം കലക്കി അവിടെ വെക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കൈ ശരിക്ക് നല്ല ശുദ്ധീകരിച്ചിട്ട് ശരീരത്തിൽ സ്പർശിക്കാതെ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ഓറയിൽ ഉണ്ടാകുന്ന അശുദ്ധികൾ നീക്കുകയാണ് ആദ്യം പ്രാണിക് ഹീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓറയിൽ വരുന്ന അശുദ്ധി അത് മാറ്റുന്നതാണ് പ്രാണിക് ഹീലിംഗിന്റെ പ്രഥമ ചികിത്സ. പിന്നെ മനസ്സിൽ ഓരോന്ന് പറയുന്നത് അനുസരിച്ചിട്ടാണ് ബാക്കിയുള്ളത് ശുദ്ധീകരിക്കുന്നത്. ഓറ ശുദ്ധീകരണം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ പ്രാണിക് ഹീലിംഗിലും മറ്റേ അതീന്ദ്രിയ കാര്യങ്ങളിലുമായിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന് പുറത്ത് സസ്റ്റൈനബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, മനസ്സുമായി ബന്ധപ്പെട്ടുള്ള, ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വിഷയങ്ങളായിട്ടുണ്ട്. അവയിലൂടെയൊക്കെ കൂടെ നമുക്ക് യാത്ര ചെയ്യാം. അപ്പൊ അത്തരം ചോദ്യങ്ങളിലേക്ക് കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. എന്തറിയോ, റെയ്ക്കിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ ഇല്ല കൂടുതൽ. അത് ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത് പറയാം. പ്രാണസാധനയുടെ ഒരു ക്രമം വെച്ചിട്ട് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുക എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയും. റെയ്ക്കി ആണ് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഏരിയ, അവിടെ വെച്ചിട്ട് പറയാൻ എനിക്കുള്ള അറിവ് കുറവാണ്. അറിവ് കുറവാണെന്നുള്ളതിനേക്കാളും ഞാൻ ആധികാരികമായിട്ട് പറയാൻ യുക്തരല്ല. അതുകൊണ്ട്